കപ്പത്തൊണ്ടിൽ നിന്നുള്ള സയനൈഡ് വിഷബാധയേറ്റ് തൊടുപുഴ വെളിയാമറ്റത്തെ കുട്ടി ക്ഷീരകർഷകരായ മാത്യുവിൻ്റെയും ജോർജിൻ്റെയും 13 പശുക്കൾ കൂട്ടത്തോടെ ചത്ത വാർത്ത ഏറെ വാർത്താപ്രാധാന്യം നേടിയിരിക്കുകയാണ്. കപ്പത്തൊണ്ടിൽ മാത്രമല്ല, പശു ആഹാരമാക്കുന്ന ചില പുല്ലുകളിലും സയനൈഡ് ഉണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ 60ഓളം പശുക്കൾ മെയ്യുന്നതിനിടെ കൂട്ടമായി ചത്തുവീണ സംഭവവും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഡൈദ ഗ്രാമത്തിലെ കറവ പശുക്കളുടെ കൂട്ടമരണത്തിൽ വേനൽ മഴയിൽ വളർന്ന ഇളം മണിച്ചോള ചെടികളായിരുന്നു വില്ലൻ. ഇതുപോലെ ഇലകളിലും തണ്ടുകളിലും കായ്കളിലും സയനൈഡ് വിഷം ചെറിയ അളവിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സസ്യങ്ങൾ ഏറെയുണ്ട്. മരച്ചീനിയുടെ ഇല, തണ്ട്, കായ, കിഴങ്ങ്, മുളയുടെയും റബ്ബറിൻ്റെയും തളിരിലകളും തണ്ടും, തിനപ്പുല്ലുകൾ, ജോൺസൺ, സുഡാൻ ഇനം പുല്ലുകൾ തുടങ്ങിയവയെല്ലാം സയനൈഡ് സാന്നിധ്യമുള്ള സസ്യങ്ങളാണ്. കാർബൺ തന്മാത്രകളുമായി ചേർത്ത് ഗ്ലൈക്കോസിഡിക് സംയുക്തങ്ങളുടെ രൂപത്തിലാണ് സസ്യങ്ങൾ സയനൈഡ് വിഷം അവയുടെ ഇലകളിലും തണ്ടുകളിലും സംഭരിക്കുക. ഈ ഗ്ലൈക്കോസൈഡ് സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് സയനൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന രാസാഗ്നികളും സസ്യങ്ങളിൽ തന്നെയുണ്ട്. കന്നുകാലികൾ സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതോടെ പൊട്ടിപ്പുറത്തു വരുന്ന ഈ രാസാഗ്നികൾ ഗ്ലൈക്കോസിഡിക് സംയുക്തങ്ങളിൽ നിന്ന് സയനൈഡിനെ സ്വതന്ത്രമാക്കും. കന്നുകാലികളുടെ ദഹന പ്രക്രിയയിലൂടെയും സയനൈഡ് പുറത്തു വരും. ഓക്സിജൻ ഉപയോഗപ്പെടുത്തി കോശങ്ങൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജമുണ്ടാക്കുന്ന പ്രക്രിയയെയാണ് സയനൈഡ് വിഷം തടസ്സപ്പെടുത്തുന്നത്. ഊർജ്ജ ലഭ്യത കുറയുന്നതോടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ മന്ദീഭവിക്കും. വായിൽ നിന്ന് ഉമിനീർ ധാരാളമായി ഒലിക്കൽ, ശ്വാസതടസ്സം, ആടിയുള്ള നടത്തം, വായിലെയും കണ്ണിലെയും ഭഗഭാഗത്തെയും ശ്ലേഷ്മസ്ഥലങ്ങൾ രക്തവർണ്ണമാകൽ, പേശി വിറയൽ, കൃഷ്ണമണികൾ വികസിക്കൽ തുടങ്ങിയവയൊക്കെയാണ് പശുക്കളിലും ആടുകളിലും സയനൈഡ് വിഷബാധയുടെ മുഖ്യ ലക്ഷണങ്ങൾ. തുടർന്ന് മൃഗങ്ങൾ തറയിലേക്ക് മറിഞ്ഞു വീഴുകയും ശ്വാസതടസ്സം മൂർച്ഛിച്ച് മരണം സംഭവിക്കുകയുമാണ് ചെയ്യുക. സയനൈഡ് വിഷത്തെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള സോഡിയം തയോസൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നിവ ആരംഭഘട്ടത്തിൽ തന്നെ രോഗബാധയേറ്റ മൃഗങ്ങളിൽ കുത്തിവെക്കുന്നത് ഏറെ ഫലപ്രദമാണ്. 4 ലിറ്റർ വിനാഗിരി 12 മുതൽ 20 ലിറ്റർ വരെ തണുത്ത വെള്ളത്തിൽ ചേർത്ത് വിഷബാധ ഏറ്റതായി സംശയിക്കുന്ന വലിയ പശുക്കളെ കുടിപ്പിക്കുന്നത് വിഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഉത്തമമാണ്. സയനൈഡ് അടങ്ങിയ സസ്യങ്ങൾ പശുക്കൾ കഴിക്കുന്നത് തടയാൻ കർഷകർ ജാഗ്രത പുലർത്തണം. തിനപ്പുല്ലുകൾ, മണിച്ചോളം തുടങ്ങിയ പുല്ലുവിളകൾ മൂപ്പെത്തുന്നതിനു മുമ്പും വളപ്രയോഗം നടത്തിയതിന് ഉടനെയും പശുക്കൾക്ക് വെട്ടി നൽകുന്നതും ഒഴിവാക്കണം. മരച്ചീനിയുടെ തൊണ്ട്, മരച്ചീനി വാട്ടിയ വെള്ളം എന്നിവ വളർത്തുമൃഗങ്ങൾക്ക് നൽകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്.